السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمم بالخير والسعادة. ബഹുമാനമുള്ള ഫത്തുഹുൽ മുഈൻ അൽഫിയ സബുക്കിലെ ബഹുമാനികളെ, വേണ്ടപ്പെട്ടവരെ, നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാർ, ബാക്കി ഫത്തുഹുൽ മുഈനിന്റെ ബാക്കി ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കുളിയെ സംബന്ധിച്ചായിരുന്നു നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ കുളിയുടെ ഫർദിനെ സംബന്ധിച്ചാണ് ഇന്നലെ നാം മനസ്സിലാക്കിയത്. അതിൽ ഒന്ന് നിയ്യത്ത്, അതിനെ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇനി വസാനിഹിമ, ആ കുളിയുടെ രണ്ട് ഫർദുകളിൽ നിന്ന് രണ്ടാമത്തേത് എന്താണ്? തഅമീമു ലാഹിരി ബദനി, ശരീരത്തിന്റെ ബാഹ്യഭാഗത്തെ അതിനെ തഅമീമ് ചെയ്യുക, അതിനെ എല്ലാ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കുക എന്നാണ്. ശരീരത്തിന്റെ ലാഹിർ എന്ന് പറയാൻ പറ്റുന്ന ഭാഗത്ത് മുഴുവനും എന്തായിരിക്കണം? വെള്ളം എത്തിച്ചിരിക്കണം. ഉള്ളിലേക്ക് വേണ്ട, അതാണ് തഅമീമ്. ആമാക്കുക, അതിനെ പൊതുവാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും വെള്ളത്തെ എത്തിച്ചിരിക്കുക എന്നതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുടി, തലയൊക്കെ കഴുകുമ്പോ മുടിയുടെ കുറ്റി, അതിന്റെ മുടി മുളക്കുന്ന സ്ഥലത്ത് ഉള്ളത്, അവിടെ മുടി ഇല്ലെങ്കിലും ആ ഭാഗം, ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും എന്തായിരിക്കണം? വെള്ളം എത്തിയിരിക്കണം എന്നതാണ്. നഖം വളർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ ഒക്കെ എത്തണം. അത് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പൊ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, മനഹോരം ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ, അവിടെയൊക്കെ ചിലപ്പോൾ വെള്ളം കോരിപ്പാർന്നുള്ള കുളിക്കുന്ന സമയത്ത് അവിടങ്ങളിൽ വെള്ളം എത്താത്ത സ്ഥലങ്ങൾ ഉണ്ടായിരിക്കാം. അങ്ങനെ അവിടെ വെള്ളം എത്താതിരിക്കുകയും കുളി കഴിയുകയും ചെയ്താൽ നമ്മുടെ കുളി യഥാർത്ഥത്തിൽ സഹിയായിട്ടില്ല. കാരണം ശരീരം മുഴുവനെയും ആമാക്കിയിട്ടില്ല, എല്ലായിടത്തും വെള്ളം എത്തിയിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ കൈ തട്ടിച്ചുകൊണ്ട് തന്നെ കഴുകി വൃത്തിയാക്കേണ്ടതാണ്. അങ്ങനെ വൃത്തിയാക്കിയാലേ എന്താവുള്ളൂ? കുളിയായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ വരുമ്പോ നമ്മുടെ കാഴ്ചയിൽ കുളിയായിട്ടുണ്ട്, പക്ഷെങ്കിൽ ഹുക്കുമ നിലക്ക് അവിടെ കുളി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നിസ്കരിക്കല് ഹറാമായിരിക്കും, പള്ളിയിൽ നിരിക്കല് മക്സ് ചെയ്യല് ഹറാമാണ്. ഇങ്ങനെയുള്ള പല നമുക്ക് കുളി റഫ ഇല്ലാത്ത കുളി കൊണ്ട് എന്തൊക്കെ ഹറാം അതൊക്കെ അപ്പൊ വരും. അപ്പൊ കുളിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ, പക്ഷെ ഇത് ശ്രദ്ധയിൽ വരാതെ പോയി. അതിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ, ഷവറിന്നൊക്കെ കുളിക്കുമ്പോ അത് അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം ഒരിക്കലും ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ ശ്രദ്ധിക്കാതെ പോയാൽ അവിടെ വെള്ളം എത്തുകയില്ല. അപ്പൊ ശരിക്കും മനോഹരം ചെയ്യണ മാതിരി ഇരിക്കുകയും അവിടെയൊക്കെ ശരിയാക്കുകയും ക്ലിയർ ആക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ മുട്ടിങ്കാലിന്റെ ചുളിവുകള്, ഇങ്ങനെ മടമ്പിന്റെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം എന്തായിരിക്കണം? ശ്രദ്ധിച്ച് കഴുകണം. അതാണ് രണ്ടാമത്തെ. വസാനിഹിമ, കുളിയുടെ ഫറലുകളിൽ നിന്ന് രണ്ടാമത്തേത് തഅമീമു ലാഹിരി ബദനി, ശരീരത്തിന്റെ ബാഹ്യഭാഗത്തെ മുഴുവത്തിനെയും ഉൾക്കൊള്ളിക്കലാണ്. മുഴുവത്തിന്റെ തഅമീമന ജമിഅ, എല്ലാ ഭാഗങ്ങളെയും വെള്ളത്തെത്തിക്കലാണ്. അപ്പൊ ആമാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും വെള്ളം എത്തിക്കുക. എത്രത്തോളം വേണം? ഹത്തൽ അദ്ഫാരി, നഖം വരെ, നഖത്തിന്റെ അടി വരെ. അതായത് നഖം വലുതായിട്ടുണ്ട്, അതിന്റെ അടിയിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തിക്കണം. ഹത്തൽ അദ്ഫാരി വമാ തഹ്തഹ, അവിടെ തന്നെ പറയുന്നു വമാ തഹ്ത, നഖവും നഖത്തിന്റെ അടിഭാഗവും. അതുപോലെ തന്നെ വഷാരി, മുടിയും. വഷാരി, മുടിയും. മുടി എന്ന് പറയുമ്പോ അത് ചിലപ്പോ നമ്മുടെ കണ്ണിന്റെ ഈ ഭാഗത്തൊക്കെ ഉള്ള രോമകള് പോലുള്ളതൊക്കെ ഉണ്ടല്ലോ, അത്, അതുപോലെ തന്നെ മൂക്കിന്റെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന രോമങ്ങള്, ഇതെല്ലാം എന്തായിരിക്കണം? അതെല്ലാം പുറത്ത് ആയിട്ടാണ് അതിനൊക്കെ പരിഗണിക്കുക. അപ്പൊ മൂക്കിട്ടിട്ട് മതത്തെ പോലെയൊക്കെ ചെയ്തിട്ട് അതിനൊക്കെ എത്തണം. ലാഹിറം വ ബാത്തിനൻ, ഉള്ളും പുറവും എന്തായിരിക്കണം? കഴുകണം. പുറഭാഗവുമാണ് അതിന്റെ ഉള്ളു, ആ കുറ്റിയൊക്കെ വായനം കഴുകണം. വൈൻ കസുഫ, അത് തിങ്ങിയതാണെങ്കിലും ശരി. കാരണം തിങ്ങിയ താടി ആണ്, അല്ലെങ്കിൽ മുടിയൊക്കെ തിങ്ങി കൂടി കുറെ ഉണ്ട്, ഇപ്പിമുടിയൊക്കെ ആണ്. എന്നാൽ ആ മുടിയുടെ ഉള്ളിൽ ഒക്കെയും വെള്ളം എത്തിക്കണം. അതേസമയത്ത് വുളുവിന്റെ അവിടെ വേണ്ട. തങ്ങിയ താടിയാണെങ്കിൽ അതൊരു സുന്നത്തേ ഉള്ളൂ, ആ വെള്ളം അങ്ങനെ കുടഞ്ഞിച്ചാലും മതി, ഉള്ളിലേക്ക് ചിക്കകത്തേണ്ടതില്ല. അത് സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. അപ്പൊ ഇവിടെ അങ്ങനല്ല, അവിടങ്ങളിലെല്ലാം വെള്ളം ചേർക്കൽ വുജൂബാണ്, നിർബന്ധമാണ്. എന്നാലേ കുളി സഹിയാവുകയുള്ളൂ. പിന്നെ ഏതും വമാ ലഹറ മിൻ നഹബി മംബത്തി ഷാറത്തിൻ സാറത്ത് ഖബല ഖസ്ലിഹ,
വമാ ലഹറമിൻ അഹമ്പത്ത് ഷാരത്തിന് മുടി മുളക്കുക പോലോത്തതിൽ നിന്നും വെളിവായതിനെയും കഴുകണം. സാരത്ത് ആ ഷാരത്ത് നീങ്ങിയിട്ടുണ്ട് കപില കസരിയ ആ ഷാറിനെ കഴുകുന്നതിന് മുമ്പായിട്ട് അത് നീങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സ്ഥലങ്ങളിൽ ഒക്കെയും എന്തായിരിക്കണം, വെള്ളം എത്തിക്കണം, അവിടെ കഴുകല് നിർബന്ധമാണ്. അതുപോലെ തന്നെ വസിമാഹിൻ ചെവിക്കുഴി, അത് എന്തായിരിക്കണം, കഴുകണം. ചെവിന്റെ അകത്തേക്കല്ല, അതിന്റെ പുറഭാഗത്ത് പറയുന്ന ആ കുഴിയുടെ ഭാഗത്തൊക്കെ എന്താക്കണം, വെള്ളം ഇങ്ങനെ വിരലെടുത്തിട്ട് ചേർക്കണം. അതുപോലെ തന്നെ ഫർജിൻ, അതായത് ഗുഹ്യഭാഗവും കഴുകണം. അത് പെണ്ണിനെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ചത്, മറ്റേതൊക്കെ എന്നാ പറയാം. കാരണം ഇന്റെ ജുലൂസിഹ അല ഖദമിഹ, അവൾ രണ്ട് ചെരിപ്പടിക്കാലിന് മേൽ അവൾ ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന സ്ഥലം അതേതാണെങ്കിൽ അവിടെ വെള്ളം തട്ടിക്കണം. അതിന്റെയും അപ്പുറത്തേക്കല്ല, ആ ഭാഗം വെള്ളം തട്ടിക്കൽ നിർബന്ധമാണ്. ഷുക്കൂക്കിൻ, കീറലുകള്, വിണ്ട് കീറലൊക്കെ ഉണ്ടാവൂലോ, കാലില് ഒക്കെ ഉണ്ടാവൂലോ, അപ്പൊ അവിടങ്ങളിലെല്ലാം വെള്ളം ചേർക്കണം. ബാത്തിന് ജുദുരിയൻ ഇൻഫതഹ റഅ്സുഹു ലാ ബാത്തിന് ഖുർഹത്തിൻ ബരിഅത്ത് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ജുദുരിയ എന്ന് പറഞ്ഞാല് ഇപ്പൊ വസൂരി പോലത്തതൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വന്നിട്ട് അതിന്റെ പൊളവനുണ്ടാവും. പൊളവന് എന്നല്ല, പൊളവൻ തന്നെ, അത് ചെറിയ മണൽ പോലെയൊക്കെ ഉണ്ടായിട്ട് അതിങ്ങനെ ചെറിയ തോതില് അത് ഇങ്ങനെ തല ഇങ്ങനെ തുറന്ന് കിടക്കുന്നുണ്ടാവും ശരീരത്തിൽ ഉണ്ടായിട്ട്. അങ്ങനെ തുറന്ന് കിടക്കുന്നതാണെങ്കിൽ അവിടെയൊക്കെ കഴുകണം. ഇൻഫതഹ റഅ്സുഹു എന്നാണ് അതിന്റെ, ആ ജുദരീന്റെ തല ഇങ്ങനെ തുറന്നിട്ടുണ്ട്, അപ്പൊ ചെറിയ കുരുകള് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ തല തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളം ചേർക്കൽ നിർബന്ധമാണ്, എന്നാലേ കുളി ശരിയാവുകയുള്ളൂ. പിന്നെ എന്തല്ല ലാഭാത്തിന് കുർഹത്തിന്, പൊളവന്റെ ഉള്ളല്ല, ഒരു പൊളയുണ്ടായിട്ടുണ്ട്, ഇപ്പോ തീ തട്ടിയിട്ടോ അല്ലാതെയൊക്കെ പൊളയുണ്ടായി, അതിന്റെ ഉള്ളു കഴുകേണ്ടതില്ല. അത് സുഖമായിട്ടുണ്ട്, പക്ഷെ വർത്തഫാത്ത് കിഷുറുഹ എന്നാണ്, അതിന്റെ സുഖമായിട്ടുണ്ട് പൊളവിന്, പക്ഷെ അതിന്റെ മുകളിൽ തൊലി ഇങ്ങനെ വന്ന് കിടക്കേണ്ട ഒരു പാട, അതിന്റെ ഉള്ളിലേക്ക് കഴുകേണ്ടതില്ല. ഏത് സ്ഥിതിയിൽ വലം യൽഹർ ഷൈഉം മിമ്മാ തഹതു, അതിന്റെ താഴെയുള്ളതിൽ നിന്നും ഒരു വസ്തുവും വെളിവായിട്ടും ഇല്ല. അങ്ങനെ വരുന്ന സ്ഥിതിയിൽ അതിന്റെ ആ കിഷറിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും പുറത്തേക്ക് കാണുന്ന രീതിയിലുണ്ടെങ്കിൽ അവിടെ കഴുകണം. അങ്ങനെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിന്റെ തൊലി ഇങ്ങനെ അവിടെ മൂടിയിട്ടുണ്ടെങ്കിൽ അവിടെ കഴുകേണ്ടതില്ല. അല്ലാത്ത ഭാഗങ്ങൾ മുഴുവനും കഴുകണം. വയഹറമു ഫത്ഖുൽ മുൽതഹമി, മാംസം തിങ്ങിയതിനെ തുറക്കല് ഹറാമാണ്, അത് വേണ്ട, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് മാംസം തിങ്ങി നിന്നിട്ടുള്ള സ്ഥലങ്ങളില് അതിനെ കീറി പൊളിച്ച് അവിടെ ഉണ്ടാക്കേണ്ട, തുറക്കേണ്ടതില്ല. അതിപ്പോ സ്ത്രീകളുടെതൊക്കെ ചെവിയൊക്കെ പഴയ ഉമ്മാരുടെതൊക്കെ എന്തായിട്ടുണ്ടാവും, അതില് എന്താ അവിടെ ഒരു സാധനം ഇടുമല്ലോ, ചെവിയിലിടുന്നേ. അപ്പൊ അത് ഇട്ടിട്ട് അവിടെ മാംസം തിങ്ങിയിട്ട് ആ ഓട്ടൊക്കെ അടഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ അവിടെ പിന്നെയും കുത്തി പൊളിച്ച് അവിടെ ഓട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളം ചേർക്കേണ്ടതില്ല, അതാണ്. അപ്പൊ യഹ്റുമു ഫത്ഖുൽ മുൽതഹമി, മാംസം തിങ്ങിയതിനെ തുറക്കല് ഹറാമാണ്. ഇനിയോ വമാ തഹ്ത ഖുൽഫത്തിൻ, മാർക്ക് കല്യാണം കഴിച്ചിട്ടില്ല, അതായത് സുന്നത്ത് കഴിച്ചിട്ടില്ല നമ്മളെ സാധാരണ ഭാഷ. അപ്പൊ അക്കുലുഫിൽ നിന്ന്, മാർക്കം കഴിക്കാത്തവന്റെ കുൽഫയുടെ താഴ്ഭാഗത്ത് ഉള്ളത് കഴുകണം. കാരണം അത് ഉള്ളിൽ, അത് പുറമായിട്ടാണ്. കുൽഫ എന്ന് പറഞ്ഞാൽ നമ്മളാ മാർക്കം ചെയ്തിട്ടുള്ള ആ തൊലിയുടെ ഉള്ള്, അത് പുറത്താവേണ്ടതാണ്. അപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഉള്ളിലാവണം. ഇനിയിപ്പോ ഒരു കുട്ടി അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറ്റാൻ പറ്റില്ല, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു തയമം ചെയ്തു കൊടുക്കണം എന്നും കൂടിയാണ് മസല. അത് മയ്യത്ത് കുളിപ്പിക്കുന്ന ബാബുൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഫയജിബു ഗസ്ലുൽ ബാത്തിനി, ആ കുൽഫന്റെ ഉള്ളു തുറക്കൽ എന്താണ്, അതിന്റെ ഉള്ള് കഴുകൽ ഏതാണ്, നിർബന്ധമാണ്. കാരണം അത് ഹുക്കുമിൽ ലാഹിറാണ്, കാരണം ആ തൊലി നീക്കേണ്ടതാണ്. ആ നീക്കി കഴിയുമ്പോൾ അത് പുറത്ത് എന്നാണ് അതിനെ കുറിച്ച് പറയാം. അപ്പൊ ഹുക്കുമിൽ അത് വെളിവായതായതിന് വേണ്ടി അതിന്റെ ഉള്ളിൽ കഴുകൽ നിർബന്ധമാണ്. മുസ്തഹിഖത്തുൽ ഇസാലത്തി, അത് നീക്കം ചെയ്യല് കടമപ്പെട്ടതാണ്. ആ സംഗതിക്ക് വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്, അതിന്റെ അകത്ത് കഴുകണം എന്ന് പറഞ്ഞു. ലാ ബാത്തിന് ഷാറിൻ, മുടിയുടെ ഉള്ളു കഴുകേണ്ടതില്ല. എങ്ങനത്തെ മുടിയാണ്, അക്കദബി നഫ്സി, ആ മുടി സ്വന്തം നിലക്ക് സ്വന്തമായിട്ട് അത് കെട്ടുപണഞ്ഞ് എന്തായിട്ടുണ്ട്, കട്ടയായി കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അത് കഴുകേണ്ടതില്ല. വൈൻ കസൂറ, അത് അധികരിച്ചതുണ്ടെങ്കിലും കഴുകേണ്ടതില്ല. അധികരിച്ചുണ്ട് എന്നാലും
കഴുകേണ്ടതില്ല. സ്വന്തമായിട്ട് അതിങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കണ മുടികൾ ഉണ്ടാവും, അപ്പൊ അത് കഴുകേണ്ടതില്ല. സാധാരണയുള്ള മുടികളാണ്, അത് ചീകാത്തത് കൊണ്ടോ മറ്റോ ആയിട്ട് അവിടെ എന്തായിട്ടുണ്ട് കെട്ടുപണഞ്ഞതാണെങ്കിൽ അപ്പോൾ കഴുകണം എന്നാണ്. വൈകസുറ ബലായജിബ് മതമതത്തും വസ്തശാക്കും, മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടിലും അതുപോലെ തന്നെ വായിൽ വെള്ളം കുപ്പിളിക്കുക എന്ന് പറഞ്ഞതും നിർബന്ധമില്ല. വൽ യുക്റഹു തെർക്കുഹുമ, പക്ഷേ ഈ മൗമത്തിനെയും ഇസ്തിൻഷാക്കിനെയും ഒഴിവാക്കൽ കറാഹത്താണ്, അപ്പൊ ഇത് ചെയ്യണം. എന്തുകൊണ്ട്? വസാനിഹിമ തമീമു ബദനിൻ ഹത്തമ തഹത ഖുൽഫത്തിൻ ബിമാഇൻ തൊഹൂരിൻ, ശുദ്ധിയുള്ള വെള്ളം കൊണ്ടായിരിക്കലാണ് ഈ ശരീരം മുഴുവത്തിനെയും വെള്ളം എത്തിക്കുക എന്ന് പറഞ്ഞത്. ഫമറ അന്നഹു യദുറു തഗയ്യുറുൽ മായി തഗയ്യുറൻ ളാറൻ, അപ്പൊ ബിമാഇൻ തൊഹൂറിൻ, തൊഹൂറായ വെള്ളം കൊണ്ടായിരിക്കണം. വമറ അന്നഹു യദുറു തഗയ്യുറുൽ മായി തഗയ്യുറൻ ളാറൻ, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏത് തഗയ്യുർ ഉള്ള വെള്ളമാണെങ്കിൽ ആ വെള്ളം ഏത് പറ്റില്ല, നമുക്ക് പിന്നെ വുളൂ ചെയ്യാനോ അതല്ലെങ്കിൽ അശുദ്ധീകരിക്കാനോ പറ്റുകയില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിബന്ധനകൾ ഒത്ത വെള്ളം തന്നെയാണ് തൊഹൂർ. സ്വന്തം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തൊഹൂർ എന്ന് പറയുന്നത്. അതായത് ശുദ്ധീകരണത്തിനൊക്കെ പറ്റുന്ന മാവും മുത്തലക്ക് നമ്മളവിടെ നേരത്തെ പറഞ്ഞ് ചർച്ച ചെയ്തിട്ടുണ്ട് ആ വിഷയം. അതാണ് മറ കഴിഞ്ഞു പോയി, അന്നഹു കാര്യം, യളുറു ബുദ്ധിമുട്ടാണ്, തഗയ്യുറൽ മായി തഗയ്യുറൻ ളാറൻ, ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു തഗയ്യുർ വെള്ളത്തിൽ ഉണ്ടാകാന്നുള്ളത് ഏതന്നെയാണ്, ഞാൻ അശുദ്ധി ഉയർത്തുന്നതിനും ബുദ്ധിമുട്ട് തന്നെയാണ്. വലോ ബിമാ അലൽ ഉളുവി, അത് അംഗത്തിന്റെ മേൽ ഉള്ള ഒരു വസ്തു കൊണ്ടാണെങ്കിൽ തന്നെയും ശരി. അവയവത്തിലുണ്ടായ എന്തോ പിന്നെ കച്ചറയാണ്, അതാണ് ആ വെള്ളത്തിലായതോടുകൂടെ എന്തൊക്കെയോ തഗയ്യുറായി, എന്നാൽ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. ഖിലാഫൽ ജംഇൻ, ഒരു കൂട്ടം ആൾക്കാര് അതിനെതിരാണ്. എന്ത്? അവയവത്തിലുള്ളതാണെങ്കിൽ അത് പറ്റും എന്ന്. കാരണം എന്ത്? അത് ആ വെള്ളത്തിൽ പിന്നെ ബിനഫ്സി വെള്ളം കൊണ്ടുണ്ടായതല്ല, ആ വെള്ളത്തിലുള്ള പ്രശ്നമല്ല, അത് അവയവത്തിൽ നിന്ന് വന്നുണ്ടായതാണ് എന്നതുകൊണ്ട് പറ്റും എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു ശരീരം മുഴുവനും വെള്ളത്തെ ഒലിപ്പിക്കലാണ്. അങ്ങനെ എല്ലാ ഭാഗത്തും എത്തണം. മുടിയുടെ നഖത്തിന്റെ താഴ്ഭാഗത്ത്, മുടിയുടെ കുറ്റികള്, മുടി മുളച്ച സ്ഥലത്ത്, അവിടങ്ങളെല്ലാ സ്ഥലത്തും വെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ എത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതക്കണ്ണട വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതിങ്ങനെ തഹ്ഖീഖാക്കാൻ വേണ്ടിയിട്ട് അതിനൊരാളെ നിർത്തി നോക്കണം, അങ്ങനെയൊക്കെ വേണം. അതില്ല. നമ്മൾ ഏകദേശം ഒരു ശ്രദ്ധയോട് കൂടെ കുളിക്കുക, ഗഫലത്തില്ലാതെ അങ്ങനെ മനോഹരം ചെയ്യുന്ന ഭാഗങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കഴുകുക. അപ്പോൾ നമ്മുടെ കുളി കഴിയുമ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഒരു ഭാവനയിൽ ഒരു മികവ് വന്നു, ആ ശരി ഇതെല്ലാത്തും ആയിട്ടുണ്ട്, അത്ര ഉണ്ടായാലും മതി എന്നർത്ഥം. എന്നല്ലാതെ ഇനി ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് മുടിയൊക്കെ അങ്ങനെ ചിക്കാറ്റി ഇതിന്റെ കുറ്റിക്ക് നോക്കാം അവിടെ വെള്ളം അയക്കണോ ഇല്ലേ എന്ന് നോക്കിയിട്ട് ഒരാളെ അതിനുണ്ടാക്കേണ്ട, കൂലി കുളിച്ച് നിർത്തുമൊന്നും വേണ്ട. വയക്കഫി തന്നെ ഒമൂമിഹി, അവന്റെ ബദന് മുഴുവനും ആമായിട്ടുണ്ട്, എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്ന ഭാവന മതിയാവും. അയൽമായി അല്ലൽ ബഷറത്തി വഷാരി, തൊലിയുടെ മേലും മുടിയുടെലൊക്കെ എത്തിയിട്ടുണ്ട് എന്ന് ഒരു ഭാവന മികച്ചാലും മതി. വൈലം യതയക്കനുഹു, വൈലം യതയക്കനുഹു, ഏത് ആ ഉമൂമ് എല്ലായിടത്തും എത്തിക്കണം എന്നുള്ള തയക്കുനായിട്ടില്ലെങ്കിലും ശരിയും. ഫരാജബു തയക്കുന് ഉമൂമി, എല്ലായിടത്തും വെള്ളം എത്തുക എന്നുള്ള തയക്കുന് വുജൂബില്ല. ബൽ പിന്നെയോ യക്ഫി ഗലബത്തുൽ ദന്നി ബിഹി, ആ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടുള്ള ഭാവന മികച്ച നിൽക്കല് മതിയാകും. ഫിഹി ആ ഗുസ്ലില്, ഏതുപോലെ കൽ വുളു, ഈ വുളു പോലെ തന്നെ അവിടെയും എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുള്ള ഭാവന മതി. അല്ലാതെ ഉദക്കണ്ണട വെച്ച് നോക്കിയിട്ട് തഹ്ഖീഖാക്കിയിട്ട് ഒരാളെ വെച്ച് പരിശോധിച്ച് തിട്ടപ്പെടുത്തുകയൊന്നും വേണ്ട. സുന്നലിൽ ഗുസ്ലിൽ വാജിബി വൽ മന്ദൂബി, സുന്നത്തായ കുളിക്കും വാജിബായ കുളിക്കും ഒക്കെ കുറച്ച് സുന്നത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ആ ഭാഗം സ്പർശിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ വസിയത്തോടെ ഖൈറിനെ പറയാനും അത് കേൾക്കാനും പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.